നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, സംഭവ വികാസങ്ങൾ, വിശകലനങ്ങൾ ഒക്കെയായി ഇന്നത്തെ നേഷൻ ഫസ്റ്റ് ആരംഭിക്കുകയാണ്. ഡൽഹിയിൽ കനത്ത മഴയാണ്. രാജ്യത്തെമ്പാടും മഴ പെയ്യുന്നു എന്നാണ് കിട്ടുന്ന വിവരം. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. രാവിലെ മുതൽ തന്നെ ഡൽഹി രാജ്യതലസ്ഥാനത്തും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ മഴ ശക്തമാവുകയാണ്. ആളുകൾ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥയാണ് എന്ന് കരുതുന്നു. എങ്കിലും നേഷൻ ഫസ്റ്റ് നമുക്ക് മാറ്റിവെക്കാനാകില്ല. രാജ്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോന്നായി പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒന്നാമത്തെ വാർത്ത മഴ തന്നെയാണ്. രാജ്യത്തിന്റെ പല ഭാഗത്തും കനത്ത മഴ തുടരുന്നു എന്നതാണ് വാർത്ത. ഡൽഹിയിൽ യെല്ലോ അലേർട്ടാണ് നിലവിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ മുംബൈയിൽ ഇന്നും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. മഹാരാഷ്ട്ര, അരുണാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, അസം എന്നിവിടങ്ങളിലും വിവിധ ഭാഗങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. നമ്മുടെ ക്യാമറാമാൻ ഈ മഴ, ഇത് നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ തൊട്ടടുത്താണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ നിലയ്ക്കാത്ത മഴയാണ്. പല ഭാഗത്തും പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിവരത്തിലേക്ക് കൂടി പോവുകയാണ്. ഉത്തരാഖണ്ഡിലെ കനത്ത മഴ ചാർധാം യാത്രയെ ബാധിച്ചു എന്ന വാർത്ത വരുന്നു. കേദാർനാഥിൽ 1000 മുതൽ 1500 പേർ വരെയാണ് കഴിഞ്ഞ ദിവസം ദർശനം നടത്തിയത്. നേരത്തെ ഒരു ദിവസം 6000 പേരായിരുന്നു ദർശനം നടത്തിയ സ്ഥാനത്താണ് ഇത്. കനത്ത മഴയെ തുടർന്ന് പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഏപ്രിൽ 19 ആരംഭിച്ച ചാർധാം യാത്രയിൽ ഇതുവരെ 14 ലക്ഷം പേരാണ് കേദാർനാഥ് ദർശനം നടത്തിയതെന്ന് പറയുന്നു. ഗുജറാത്തിൽ കനത്ത മഴ തുടരുന്നു. രാജസ്ഥാനിലും അതിശക്തമായ മഴയാണ്. മഹാരാഷ്ട്രയിലെ കാര്യം പറയാൻ കഴിയാത്ത വിധം പ്രശ്നങ്ങൾ ഉള്ളതാണ്. കനത്ത മഴ അവിടെയും തുടരുകയാണ്. പല സ്ഥലങ്ങളിലും നോർത്ത് ഈസ്റ്റ് ബെൽറ്റിലെല്ലാം ശക്തമായ മഴയുണ്ട്. കശ്മീരിലൊക്കെ തന്നെ മഴ ശക്തമായി തുടരുന്നു എന്നതാണ് വാർത്ത. അപ്പോൾ സുരക്ഷിതരായിരിക്കുക, അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക, വെള്ളം ഉയരുന്ന സ്ഥലങ്ങളിൽ നിന്നും ഈ NDRFും മറ്റ് ഏജൻസികളും പറയുന്നതനുസരിച്ച് മാറി താമസിക്കാൻ തയ്യാറാവുക. ഇതൊക്കെ മാത്രമാണ് പോംവഴി. ഡൽഹിയിൽ മഴ ജനജീവിതത്തെ ബാധിച്ച് തുടങ്ങിയിട്ടില്ല. പല താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. ചില കമ്പനികളൊക്കെ തന്നെ ആളുകൾക്ക് വർക്ക് ഫ്രം ഹോം നൽകി തുടങ്ങി. നോയിഡയിൽ, അതോടൊപ്പം തന്നെ ഗുരുഗ്രാമിലൊക്കെ തന്നെ കമ്പനികളോട് പോലീസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, പ്രാദേശിക ഭരണകൂടവും പറയുന്നത് അവർക്ക് വർക്ക് ഫ്രം ഹോം നൽകണം എന്നാണ്. റോഡിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായി കഴിഞ്ഞ ദിവസം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ മഴ ഒരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. അഹമ്മദാബാദ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തയാണ് ഈ അഹമ്മദാബാദ് സ്ഫോടനത്തിലെ പ്രതികൾക്ക്, ഏതാണ്ട് 38 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ച വാർത്ത. അപ്പോൾ ആ വാർത്ത പക്ഷേ വളരെ കാര്യമായി അർഹിക്കുന്ന ഗൗരവത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല. നമ്മുടെ വയനാട്ടിലൊക്കെ തന്നെ മണ്ണിടിച്ചിലുണ്ടായി, വലിയ പ്രതിസന്ധി രൂപപ്പെട്ട സമയത്താണ് ഈ വാർത്ത വന്നത്. അപ്പോൾ ഔചിത്യപൂർവം ആ വാർത്ത നമ്മൾ നൽകി, പക്ഷേ അതിൻ്റെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയില്ല. പല മാധ്യമങ്ങളും അതൊന്ന് പോളിഷ് ചെയ്താണ് കൊടുക്കുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് ജനം TV നേഷൻ ഫസ്റ്റിലൂടെ ആ വാർത്തയുടെ പ്രാധാന്യം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ 38 പ്രതികൾക്കാണ് ഗുജറാത്ത് കീഴ്ക്കോടതി വധശിക്ഷ വിധിച്ചത്. ഹൈക്കോടതി അത് ശരിവച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പ്രധാനം. 38 പേർക്കാണ് വധശിക്ഷ. അതായത് ഒരു പക്ഷേ ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടുത്ത ശിക്ഷ നൽകിയിരിക്കുന്ന ഒരു കേസായി ഇത് മാറുകയാണ്. 11 പേരുടെ ജീവപര്യന്തവും കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്നതാണ് വാർത്ത. ഇന്ത്യൻ മുജാഹിദീൻ ആസൂത്രണം ചെയ്ത 2008 ജൂലൈ 26 സ്ഫോടന പരമ്പരകളിൽ 56 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 246 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാർത്ത വീണ്ടും ഇവിടെ പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതിന് കാരണമുണ്ട്. കാരണം കേരളത്തിൽ നിന്നും വണ്ടി കയറി അഹമ്മദാബാദിൽ പോയി ബോംബ് പൊട്ടിച്ച് 56 പേരെ കൊലപ്പെടുത്തി 246 പേരെ ജീവച്ഛവങ്ങളാക്കിയവരിൽ മലയാളികളുമുണ്ട് എന്നതാണ് വാർത്ത. നമ്മൾ ഭയത്തോടെ നമ്മുടെ അയൽവാസിയെ നോക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവർ മതം നോക്കി, മതം തിരഞ്ഞ്
ഈ ഖിലാഫത്ത് ഇസ്ലാമിക് ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതര മതസ്ഥരെ കൊന്നെടുക്കുക, ഈ രാജ്യത്ത് കൃത്യമായ രീതിയിൽ, ഈ രാജ്യത്ത് കണിശമായ രീതിയിൽ ഈ കലാപം അഴിച്ചുവിടുക എന്നുള്ള രീതിയിലേക്ക് ഇവർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതിൽ മലയാളികളുണ്ട് എന്നതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. കോട്ടയം ഈരാറ്റുപേട്ട പീടിക്കൽ അബ്ദുൽ കരീമിന്റെ മക്കളായ ഷിബിലി, ഷാദുലി എന്നിവർ ഇതിൽ, അതോടൊപ്പം തന്നെ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി സൈനുദ്ദീന്റെ മകൻ ഇ.ടി. ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷാ പട്ടികയിലുള്ള മലയാളികൾ. ദ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ വരുമ്പോൾ അതിനെ അതിരൂക്ഷമായി വിമർശിക്കുകയും അതിനെ സംഘം ചേർന്ന് ആക്രമിച്ച മാധ്യമങ്ങളോടാണ്, മലയാള മാധ്യമങ്ങളോടാണ് ആദ്യം പറയാനുള്ളത്. നിങ്ങളെത്ര മറച്ചു വെച്ചാലും, നിങ്ങളെത്ര വെള്ള പൂശിയാലും ഈ രീതിയിലുള്ള കൊടും ക്രൂരത, ഈ രാജ്യത്തിന് നേർക്കുള്ള യുദ്ധം, ഇവിടുത്തെ ഇതര മതസ്ഥരെ മതം തെരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഈ ഏർപ്പാട് വിളിച്ച് പറയുക തന്നെ ചെയ്യും ജനം ടിവിയും നേഷൻ ഫസ്റ്റും. ഒന്ന് ആലോചിച്ചു നോക്കൂ, 3 മലയാളികളാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടത്. കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾ വരുമ്പോൾ വലിയ ബഹളം വെച്ച് ആ സിനിമയെ എതിർക്കാൻ ഇവരൊക്കെ ശ്രമിക്കാറുണ്ട്. ആ സിനിമയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇത്. ആ പേരുകൾ ഇവരെ തുറന്നു കാട്ടുക തന്നെ വേണം. ഈരാറ്റുപേട്ടക്കാരാണ്. ഈരാറ്റുപേട്ടയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാൽ കേരളത്തിൽ എന്തോ സംഭവിക്കും എന്നതാണ് അവസ്ഥ. അപ്പോൾ ഇവരെ തുറന്നു കാട്ടണം. ഇവരുടെ ബന്ധുക്കൾ, ഇവരുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും നമുക്കിടയിൽ തന്നെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും ഭാവിയിലും പ്രതികരിക്കാൻ പോകുന്നത് എന്ന സംശയം വരുന്നുണ്ട്. ആ പേരുകൾ ഒന്നുകൂടി പറയാം. കോട്ടയം ഈരാറ്റുപേട്ട പീടിക്കൽ അബ്ദുൽ കരീമിന്റെ മക്കളായ ഷിബിലി, ഷാദുലി, മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി സൈനുദ്ദീന്റെ മകൻ ഇ.ടി. ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷ മലയാളികൾ. തീർന്നില്ല. ആലുവ കുഞ്ഞുണ്ണിക്കര പെരുന്തല്ലി മുഹമ്മദ് അൻസാർ ജീവപര്യന്തം തടവ് കിട്ടിയ വ്യക്തി കൂടിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, 4 മലയാളികളാണ് പാവപ്പെട്ട 56 പേരെ കൊലപ്പെടുത്തുകയും 246 പേർക്ക് ജീവച്ഛവങ്ങളാക്കി മാറ്റുകയും ചെയ്ത കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ വിശദമായ വാർത്ത ഇന്ന് 10 മണിക്ക് ജനം ടിവിയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. മറ്റ് വാർത്തകളിലേക്ക് അത് കുറച്ച് കൂടിപ്പോയി, കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരും മറച്ചുവെക്കാനും ആ ശബ്ദങ്ങൾ അടിച്ചമർത്താനും ശ്രമിച്ചാലും നമുക്ക് പറയാതിരിക്കാനാകില്ല. ജാഗ്രതയോടെ ഇരിക്കുക എന്നത് നമ്മുടെ ജീവിച്ചിരിക്കാനുള്ള അവകാശം കൂടിയാണ്. മറ്റ് വാർത്തയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. അത് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്ത കൂടിയാണ്. ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് പിന്നാക്ക വിഭാഗം മുസ്ലിം പദവി നൽകുന്നത് തടഞ്ഞ മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ ജോസഫ് വിജയ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നതാണ് വാർത്ത. അതായത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നും മതം മാറി മുസ്ലിം ആയാലും പിന്നാക്ക വിഭാഗത്തിന്റെ സംവരണം തുടരണം. ഇതായിരുന്നു 2024 സ്റ്റാലിൻ കൊണ്ടുവന്ന നിയമം. ഇത് മദ്രാസ് ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കിട്ടുന്ന ആനുകൂല്യം എങ്ങനെയാണ് മതം മാറി മുസ്ലിം ആയാൽ കിട്ടുക? അത് കിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. പക്ഷേ അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ വന്നിരിക്കുകയാണ് ജോസഫ് വിജയ്. 2024 സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തത്. പിന്നാക്ക വിഭാഗങ്ങൾ, അതിപിന്നാക്ക വിഭാഗങ്ങൾ, പട്ടികജാതി എന്നീ വിഭാഗങ്ങളിൽ നിന്നും മുസ്ലിം മതം സ്വീകരിക്കുന്നവർക്ക് പിന്നാക്ക വിഭാഗം ഇസ്ലാം എന്ന നിലയിൽ സംവരണ ആനുകൂല്യങ്ങൾ തുടരാൻ അനുമതി നൽകുന്നതായിരുന്നു 2024 സർക്കാർ ഉത്തരവ്. മതം മാറിയാലും സാമൂഹ്യമായ പിന്നോക്കാവസ്ഥ തുടരുമെന്നും അതിനാൽ ഇവർക്ക് സംവരണ ആനുകൂല്യം നഷ്ടപ്പെടാൻ പാടില്ലെന്നുമാണ് സർക്കാർ വാദിക്കുന്നത്. ഈ മതം മാറിപ്പോകുന്നത് തന്നെ ഈ ആനുകൂല്യങ്ങൾ ഇവരുടെ നിലവിലുള്ള സ്ഥിതി മാറാനും അവരെ ഉയർച്ചയിലേക്ക് കൈപിടിച്ചുയർത്തും, ഞങ്ങളിലേക്ക് വരൂ, നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ മതത്തിന് മാത്രമേ സാധിക്കൂ എന്ന് അവകാശപ്പെട്ടാണല്ലോ ഇവരെല്ലാവരും മതം മാറ്റുന്നത്. എന്നിട്ടും മതം മാറ്റിക്കൊണ്ടുപോയിട്ടും പിന്നെയും എന്തിനാണ് ഈ സംവരണം തുടരുന്നത്? ഇതുപോലെയൊരു നിറികെട്ട, ഇതുപോലെയൊരു മോശപ്പെട്ട വ്യവസ്ഥിതി മറ്റൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. എന്തിൻ്റെ പേരിലാണോ സംവരണം നൽകുന്നത് ആ അവസ്ഥയിൽ നിന്നും, ആ മതത്തിൽ നിന്നും മാറി മറ്റൊരു ഇതിലേക്ക് പോയതിനു ശേഷം സംവരണം വേണം, പക്ഷെ ഞങ്ങൾ മതം മാറും എന്ന് പറയുന്നത്
ഒരു ജനാധിപത്യ രാജ്യത്ത്, ഭരണഘടന നിലവിലുള്ള ഒരു രാജ്യത്ത് അനുവദിച്ചു നൽകാൻ കഴിയാത്തതാണ്. സുപ്രീം കോടതിയിലേക്ക് വന്നിരിക്കുകയാണ് ജോസഫ് വിജയ്. അപ്പോൾ കാത്തിരുന്ന് കാണാം എന്താണ് കോടതിയുടെ മറുപടി എന്നുള്ളത്. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ വളരെ വേഗം പോകുന്നു. ഭാരതം ബുധനാഴ്ച പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റിന്റെ വിജയകരമായ പരീക്ഷണ വിക്ഷേപണം നടത്തി എന്നതാണ് വാർത്ത. ഒഡീഷയിലെ ചന്ദിപ്പൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നടത്തിയ പരീക്ഷണം എല്ലാ നിശ്ചിത ലക്ഷ്യങ്ങളും വിജയകരമായി കൈവരിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 60 കിലോമീറ്റർ കുറഞ്ഞ ദൂരപരിധിയാണ് പരീക്ഷണത്തിനായി നിശ്ചയിച്ചിരുന്നത്. റോക്കറ്റ് മുൻകൂട്ടി കണക്കാക്കിയ പാതയിലൂടെ കൃത്യമായി സഞ്ചരിച്ച് കൃത്യതയോടെ ലക്ഷ്യത്തിൽ പതിച്ചതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. വ്യത്യസ്ത ദൂരപരിധിയിലുള്ള പിനാക്ക റോക്കറ്റ് വകഭേദങ്ങൾ നിലവിൽ സേവനത്തിലുള്ള അതേ പിനാക്ക ലോഞ്ചറിൽ നിന്ന് തന്നെ വിക്ഷേപിക്കാൻ കഴിയുമെന്ന് ഈ പരീക്ഷണം തെളിയിച്ചതായി മന്ത്രാലയം അറിയിച്ചു. ഭാരതത്തിന്റെ പ്രതിരോധ രംഗത്ത് ഭാരതത്തിന്റെ സൈന്യത്തിന് ശക്തി പകരുന്ന, കരുത്ത് പകരുന്ന മറ്റൊരു ടെസ്റ്റ് കൂടിയാണ് നടന്നിട്ടുള്ളത്. പിനാക്ക റോക്കറ്റ്, പിനാക്ക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റിന്റെ വിജയകരമായ പരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ DRDOയ്ക്കും ഇതിനൊപ്പം തന്നെ പ്രവർത്തിച്ച മറ്റ് ഏജൻസികൾക്കും ഒക്കെ തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മുന്നോട്ടുള്ള പരീക്ഷണങ്ങളും മുന്നോട്ടുള്ള നടപടികൾക്കും എല്ലാം ആശംസകൾ നേരുകയും ചെയ്യുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ ആകാശ് പോലെയുള്ള മിസൈലുകൾ, നമ്മുടെ സുദർശൻ ചക്ര സംവിധാനമൊക്കെ നമ്മളെ എങ്ങനെയാണ് പൊതിഞ്ഞു പിടിച്ച് സുരക്ഷിതരാക്കി നിർത്തിയത് എന്നുള്ളത്. അതിനുശേഷം ഇൻഡിജീനിയസ്, അതായത് തദ്ദേശീയമായ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് ഭാരതത്തിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു. നമ്മുടെ രാജ്യത്തെ അതിർത്തി അത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുതിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ്. നേരത്തെ 370 റദ്ദാക്കി കശ്മീരിൽ കർശനമായ ഇടപെടൽ നടത്തിയതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. പിന്നീട് മാവോയിസ്റ്റ് ഭീകരതയ്ക്ക് അദ്ദേഹം അവസാനം കുറിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം, അതിർത്തി കടന്ന് ഇവിടേക്ക് അനധികൃതമായി ആളുകൾ കടന്നു വരുന്നത്, ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ളവർ വന്ന് നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ അത് താറുമാറാക്കുന്നത് തടയാൻ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. രാജ്യത്തെ അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ ഉന്നതതല സമ്മേളനം ഇന്ന് എന്നതാണ് വാർത്ത. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് യോഗം സംഘടിപ്പിക്കുന്നത്. അതിർത്തി സുരക്ഷ, അനധികൃത നുഴഞ്ഞുകയറ്റം, കേന്ദ്ര സംസ്ഥാന ഏകോപനം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ വിലയിരുത്തുകയാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഉച്ചയ്ക്ക് 2:30 ന്യൂഡൽഹിയിലെ സുഷമ സ്വരാജ് ഭവനിൽ നടക്കുന്ന ബോർഡർ ഡിസ്ട്രിക്ട് SP's കോൺഫറൻസ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്യും. ഭാരതത്തിന്റെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ അതിർത്തികളോട് ചേർന്നുള്ള ജില്ലകളിലെ SP-മാരും ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കും. അതിർത്തി ജില്ലകളിലെ ജനസംഖ്യാപരമായ മാറ്റങ്ങളും അവയുടെ ആഭ്യന്തര സുരക്ഷയിലെ പ്രത്യാഘാതങ്ങളും സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായിരിക്കും. എടുത്തു പറയേണ്ടത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം ഭാരതത്തിന്റെ ജനസംഖ്യാ വർധനവിന്, ഭാരതത്തിന്റെ ജനസംഖ്യാ ഘടനയിൽ വലിയ മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. ഇവരെ തെരഞ്ഞു പിടിച്ച് ഇവരെ നാടുകടത്തുന്ന നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സുപ്രധാനമായ ഈ നീക്കം നടത്തുന്നത്. ഇവിടെ വന്നതിന് ശേഷം തെരഞ്ഞു പിടിച്ച് നാട് കടത്തുന്നതിലും എത്രയോ നല്ലതാണ് ആ അതിർത്തിയിൽ തന്നെ അവരെ മടക്കി അയക്കുന്നത്, ഇവിടേക്ക് കടക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ അതിർത്തി മേഖലകളിലെ SP-മാരുടെ സമ്മേളനം വിളിച്ചതിലൂടെ ആഭ്യന്തരമന്ത്രിയെ ലക്ഷ്യമിടുന്നത് വളരെ കൃത്യമായ നിരീക്ഷണവും വളരെ കൃത്യമായ പ്രതിരോധവും തന്നെയാണ്. എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ ഈ നീക്കങ്ങൾ ഫലം കാണട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഒരു വാർത്തയിലേക്ക്, അത് ഡൽഹിയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. അതായത് രാജ്യ തലസ്ഥാനത്തെ മലയാളി സമൂഹത്തിന്റെ ദശാബ്ദങ്ങളായുള്ള സാംസ്കാരിക സ്വപ്നത്തിന് ഒടുവിൽ സാഫല്യം എന്നുള്ളതാണ് വാർത്ത. കേരളത്തിന്റെ നവോത്ഥാന നായകൻ, ഭാരത കേസരി മന്നത്ത് പത്മനാഭന്റെ പാവന സ്മരണകൾ ഉണർത്തി മന്നം സ്മൃതി മണ്ഡപവും അദ്ദേഹത്തിന്റെ വെങ്കല പ്രതിമയും ഡൽഹിയിൽ ഉയരുകയാണ്. നായർ സർവീസ് സൊസൈറ്റി ഡൽഹിയുടെ നേതൃത്വത്തിൽ ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ ഒരുങ്ങിയ സ്മൃതി മണ്ഡപം വരുന്ന 12-ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ രാജ്യത്തിന് സമർപ്പിക്കും. ആ വാർത്ത കണ്ടുവരാം.
യമുന തീരത്ത് ഭാരതത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഹൃദയഭൂമിയിൽ ഇനി കേരളത്തിന്റെ നവോത്ഥാന സൂര്യന്റെ പ്രഭാവം ജ്വലിച്ചു നിൽക്കും. അനാചാരങ്ങൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും അക്ഷരക്കരുത്തുകൊണ്ടും കർമ്മശേഷി കൊണ്ടും പടപൊരുതിയ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ ഉജ്ജ്വല സ്മരണകൾക്ക് ഡൽഹിയിലെ മലയാളി സമൂഹം സമർപ്പിക്കുന്ന പ്രണാമമാണ് ദ്വാരകയിൽ ഉയർന്നിരിക്കുന്ന മന്നം സ്മൃതി മണ്ഡപം. അക്ഷരാർത്ഥത്തിൽ ഇതൊരു സമുദായത്തിന്റെ മാത്രം സ്വപ്നമല്ല, മറിച്ച് രാജ്യ തലസ്ഥാനത്തെ മലയാളി ഐക്യത്തിന്റെ വിളംബരമാണെന്ന് NSS ഡൽഹി പ്രസിഡന്റ് MKG പിള്ള വിശദീകരിക്കുന്നു. ഇതുണ്ടാക്കിയിട്ടുള്ളതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് മന്നത്തിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെപ്പറ്റിയും അവർക്ക് അറിയാനും അദ്ദേഹത്തിനെ ആരാധിക്കാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആർക്കും വരാം, എപ്പോഴും വരാം, ഞങ്ങൾക്ക് സന്തോഷമാണ്. അദ്ദേഹത്തിനെ ആരാധിക്കുകയും അടുത്ത തലമുറ അത് മനസ്സിലാക്കുകയും ചെയ്യണം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം. ഈ ചരിത്ര സ്മാരകത്തിന്റെ നിർമ്മിതിക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണവും കഠിനാധ്വാനവുമുണ്ട്. ജാതിമത ഭേദമന്യേ സമുദായ അംഗങ്ങളുടെയും അഭ്യുദയകാംക്ഷികളുടെയും അചഞ്ചലമായ സഹകരണവും കൂട്ടായ്മയുമാണ് ഈ സ്വപ്ന പദ്ധതിയെ യാഥാർത്ഥ്യത്തിലേക്ക് നയിച്ചതെന്ന് NSS ഡൽഹി ജനറൽ സെക്രട്ടറി MD ജയപ്രകാശ് വ്യക്തമാക്കി. സമുദായ സേവനത്തിലൂടെ ലോക സേവനം എന്നതായിരുന്നു മന്നത്തിൻ്റെ മാർഗം. ആ മാർഗം പിന്തുടർന്നുകൊണ്ടാണ് ഡൽഹി NSS ഇവിടെ പ്രവർത്തിക്കുന്നത്. ഡൽഹി NSS ഇവിടെ പ്രവർത്തിക്കുന്ന സമുദായ സേവനത്തോടൊപ്പം ലോകോപകാരപ്രദങ്ങളായിട്ടുള്ള എല്ലാ മത ജാതി വിഭാഗങ്ങൾക്കും പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ മന്നം കാണിച്ചു തന്ന വഴി എന്താണെന്നുള്ളത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനവും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ മന്നം സ്മൃതി മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഈ അർദ്ധകായ പ്രതിമ, വെങ്കലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന അർദ്ധകായ പ്രതിമ, അത് രൂപകൽപ്പന ചെയ്ത് നമുക്ക് ഇത് എല്ലാ സഹായം ചെയ്തു തരുന്നത് ഡൽഹിയിലെ ലോകം അറിയപ്പെടുന്ന മ്യൂസിയോളജിസ്റ്റായിട്ടുള്ള ജോൺ ഫിലിപ്പോസ് അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ സഹായം നമുക്ക് ആവോളം ലഭിക്കുന്നുണ്ട്. ഒരു ജനനായകന്റെ ഗാംഭീര്യവും ആത്മീയ പ്രഭയും ഒരേ സമയം വെങ്കലത്തിൽ ആവാഹിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത് മന്നത്ത് പത്മനാഭന്റെ ജീവൻ തുടിക്കുന്ന പ്രതിമ രൂപകൽപ്പന ചെയ്തത് പ്രശസ്ത ശില്പിയായ ഡോക്ടർ ജോൺ ഫിലിപ്പോസ് ആണ്. സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ്റെ ഈ പ്രതിമ ചെയ്യാൻ കിട്ടിയ അവസരം ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇദ്ദേഹത്തെ ജീവിതത്തിൽ മുഖത്തോട് മുഖം കാണുവാനും ഇദ്ദേഹത്തിൻ്റെ രഥയാത്രയിൽ പങ്കുകൊള്ളുവാനും അവസരം കിട്ടിയ അന്നത്തെ ഒരു 13കാരനാണ് ഇന്നത്തെ 83ാമത്തെ വയസ്സിൽ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ള അവസരം കിട്ടിയതിലും നായർ സൊസൈറ്റിയോട് ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു അവസരം തന്നതിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചതെന്ന് വേണം പറയാനായിട്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം ഇതിൽ റിവീൽ കാണുന്നത് 78ാമത്തെ വയസ്സാണ്. ആ സമയങ്ങളിൽ ഏറ്റവും ക്രൂഷ്യലായ ഭയങ്കര ഡിസിഷൻ എടുത്തൊരു സമയമാണ്. ദാറ്റ് മീൻസ് ബിഫോർ ഹിസ് ഡെത്ത് അറൗണ്ട് 12 years ബാക്ക്. വരുന്ന 12-ന് ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ വെച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സ്മൃതി മണ്ഡപത്തിന്റെ വാതിലുകൾ ലോകത്തിനായി തുറന്നുകൊടുക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പശ്ചിമ ബംഗാൾ മുൻ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസും സാക്ഷിയാകുന്ന ചരിത്ര മുഹൂർത്തത്തിനായി ഡൽഹിയിലെ മലയാളി സമൂഹം ഒരൊറ്റ മനസ്സോടെ കാത്തിരിക്കുകയാണ്. നവോത്ഥാനത്തിന്റെ ജ്വാലാമുഖമായി ഈ മണ്ഡപം തലസ്ഥാനത്തിന് തല ഉയർത്തി നിൽക്കും. ഡൽഹിയിൽ നിന്ന് ക്യാമറമാൻ അമൽ വടകരയ്ക്കൊപ്പം S നന്ദഗോപൻ, ജനം. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ മറ്റ് വാർത്തകളിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനുണ്ട്. അതായത് ബുള്ളറ്റ് ട്രെയിൻ അത് ഭാരതത്തിൽ വളരെ വേഗം ഓടിത്തുടങ്ങാൻ പോകുന്നു എന്നതാണ് വാർത്ത. നമുക്കറിയാം, ഒരു കാലത്ത് ഭാരതത്തിൻ്റെ അടിസ്ഥാന സൗകര്യം ഏത് രീതിയിലായിരുന്നു എന്നുള്ളത്. നമ്മുടെ ട്രെയിനുകൾ തകരപ്പാട്ട പോലെ ഈ റെയിൽ പാളങ്ങളിലൂടെ ഓടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലുള്ള വീറും വൃത്തിയുമില്ലാത്ത റെയിൽവേ സ്റ്റേഷനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുമൊക്കെ മാറി നമ്മുടെ റെയിൽവേ വികസനം എന്ന് പറയുന്നത് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോകുന്നു. അതിലേക്ക് ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ബുള്ളറ്റ് ട്രെയിനുകൾ. ഭാരതത്തിലെ അതിവേഗ റെയിൽ ശൃംഖല വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഡൽഹി കേന്ദ്രീകരിച്ച് 4 പുതിയ ബുള്ളറ്റ് ട്രെയിൻ പാതകൾ നിർമ്മിക്കാൻ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ എന്നതാണ് വാർത്ത.
ഡൽഹി വാരാണസി സിലിഗുരി പാതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിലവിൽ ഡൽഹിയിൽ നിന്നും സിലിഗുരിയിലേക്ക് ട്രെയിൻ മാർഗം യാത്ര ചെയ്യാൻ ഏകദേശം 20 മണിക്കൂർ സമയമെടുക്കും. ഈ സിലിഗുരി എന്ന് പറയുന്നത് ബംഗാളിലെ ബംഗ്ലാദേശിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. അവിടേക്ക് 20 മണിക്കൂർ സമയമാണ് വേണ്ടിവരുന്നത്. എന്നാൽ നിർദ്ദിഷ്ട ബുള്ളറ്റ് ട്രെയിൻ കോറിഡോർ യാഥാർത്ഥ്യമാകുന്നതോടെ ഈ യാത്രാ സമയം വെറും 6 മണിക്കൂറായി കുറയും എന്നാണ് പറയുന്നത്. 20 മണിക്കൂറിന്റെ യാത്ര 6 മണിക്കൂറായി കുറയും. ഭാരതത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈസ്പീഡ് റെയിൽ കോറിഡോറായ ഡൽഹി വാരാണസി സിലിഗുരി പാത, അയോധ്യയെ ബന്ധിപ്പിക്കുന്ന ഡൽഹി ലക്നൗ വാരാണസി പാത, മുംബൈ അഹമ്മദാബാദ് പാതയുമായി ബന്ധിപ്പിക്കുന്ന ഡൽഹി ജയ്പൂർ ഉദയ്പൂർ അഹമ്മദാബാദ് പാത, ഡൽഹി അമൃത്സർ ജമ്മു പാത എന്നിവയുമായാണ് സർക്കാർ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ഡൽഹി NCR മേഖലയെ ഈ ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കി മാറ്റാനുമാണ് ലക്ഷ്യമിടുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറം ഒരു കാലത്ത് നമുക്ക് ഈ രീതിയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ വികസന പദ്ധതികളൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു. ഒരു കോമൺവെൽത്ത് ഗെയിംസ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന് അതിൽ കൈയിട്ട് വാരി കൈയിട്ട് മുക്കി കോടികൾ അടിച്ചു കൊണ്ടുപോയ കോൺഗ്രസ് കാലം നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഈ ജെൻസിക്കും ജെൻ ആൽഫയ്ക്കും ഒക്കെ അത് അറിയുമോ എന്നറിയില്ല. എങ്കിലും അത്തരത്തിലുള്ള ഒരു ഭരണകാലം ഉണ്ടായിരുന്ന നാടാണ് ഇത്. അതുമാത്രമോ 2G സ്പെക്ട്രം പോലെയുള്ള കോടാനുകോടികളുടെ പണം വെട്ടിച്ച അഴിമതി കഥകൾ നമ്മൾ കണ്ടിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഈ രാജ്യത്ത് ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് സംസാരിക്കാൻ, വന്ദേ ഭാരതിനെയും അമൃത് ഭാരത് എക്സ്പ്രസിനെ കുറിച്ചുമൊക്കെ സംസാരിക്കാൻ നമുക്ക് സാധിക്കുന്നത് ഒരൊറ്റ പേര് കാരണമാണ്: നരേന്ദ്ര ദാമോദർ ദാസ് മോദി. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന്റെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് നേരുകയാണ്. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോയി ഇന്നത്തെ ഈ സെഗ്മെന്റ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഇറാനുമായി ബന്ധപ്പെട്ട ഒരു അന്തർദേശീയ വാർത്തയാണ് നൽകാനുള്ളത്. നമുക്കറിയാം, ഇറാനുമായുള്ള അമേരിക്കയുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു പരിഹാരവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് പുതിയ ചില വാർത്തകൾ വരുന്നത്. ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി രണ്ടാമത്തെ രാത്രിയും ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്കൻ സേന എന്നതാണ് വാർത്ത. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്ക് നീക്കങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ഭീഷണികൾ തടയുന്നതിനാണ് ഈ സൈനിക നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ് വിശദീകരിക്കുന്നു. വ്യാഴാഴ്ച രാത്രി ഇറാന് നേർക്ക് US കടുത്ത ആക്രമണം നടത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഈ നീക്കം ഉണ്ടായത്. ലവാൻ ഐലൻഡ്, ചബഹാർ, സിരിക് ഐലൻഡ്, സിരിക്, പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലെ സംഘർഷം പെട്ടെന്ന് അവസാനിക്കുമെന്നും ഇതൊരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ആഗ്രഹം പ്രകടിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ആയതുകൊണ്ട് തന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് അദ്ദേഹം പറയുന്നതല്ല നാളെ പറയുന്നത്. അപ്പോൾ ഈ ഒരു വലിയ അസ്ഥിരത, ഒരു പശ്ചിമേഷ്യൻ യുദ്ധം വല്ലാത്തൊരു അസ്ഥിരതയാണ് കൊണ്ടുവരുന്നത്. അത് നമുക്ക് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്കാകെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ തന്നെയാണ് ആ വാർത്ത പറഞ്ഞത്. ഇവിടേക്ക് ഇന്ധനം ധാരാളമായി എത്തുകയും ഇന്ധനത്തിന്റെ വില കുറയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ രാജ്യത്തും പെട്രോൾ ഡീസൽ വിലയിൽ കുറവുണ്ടാകും എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വളം കിട്ടാതാകും, ഓയിൽ കിട്ടാതാകും, CNGയും LPGയും ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ടാകും. എത്രയും വേഗം നല്ല ബുദ്ധി തോന്നി ട്രംപും ഇറാനും ഒക്കെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കട്ടെ, ചർച്ചയിലൂടെ പരിഹരിക്കട്ടെ എന്ന് ആശിക്കുന്നു. ഭാരതം ഇതിനോടകം തന്നെ സമാധാന ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടും കഴിഞ്ഞു. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ നമ്മുടെ നേഷൻ ഫസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം എത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്തകൾ ഒരുവിധം നിങ്ങളിലേക്ക് രാവിലെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ വാർത്തകളെല്ലാം കോർത്തിണക്കി ഇത് രാത്രിയിലാണ് കുറേയധികം വാർത്തകൾ ശേഖരിക്കുന്നത്. രാവിലെ നമ്മുടെ ബ്യൂറോ പൂർണ്ണമായും ഇതിന് പിറകിൽ ഉണ്ടാകും. അങ്ങനെയാണ് ഓരോ വാർത്തയും നിങ്ങളിലേക്ക് രാവിലെ തന്നെ 8 മണിക്ക് തന്നെ ഇത്രയധികം വാർത്തകൾ എത്തിക്കുന്നത്. നിങ്ങളുടെ പിന്തുണ ഒന്ന് മാത്രമാണ് നേഷൻ ഫസ്റ്റിന്റെ വിജയം. ദേശീയ വാർത്തകൾ കലർപ്പില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സമ്പൂർണമായ നിങ്ങളുടെ പിന്തുണ ഉണ്ടായേ തീരൂ. അപ്പോൾ 8 മണിക്ക് നാളെ വീണ്ടും കാണാം. ഇന്ന് രാത്രി 9:30 നേഷൻ പ്ലസുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും വിനോദും അതോടൊപ്പം അശ്വതിയും നിങ്ങൾക്കൊപ്പം മറ്റ് വാർത്തകളുമായി ചേരും. അതുവരെ ഇന്ന് രാത്രി കാണുന്നത് വരെ വിട പറയുന്നു. ഗുഡ് ബൈ.